പ്രവാചകത്വത്തിൻ്റെ തെളിവ്, റിസാലത്തിൻ്റെ തെളിവ് മുഅ്ജിസത്തുകളാണ് എന്ന് നാം സൂചിപ്പിക്കുകയുണ്ടായി. പല ആളുകൾക്കും അതിൽ വിശദീകരണം ആവശ്യമാണ് എന്ന് നമുക്ക് തോന്നിയത് കൊണ്ടാണ് വീണ്ടും അത് തന്നെ ഉൾപ്പെടുത്തുന്നത്. മുഅ്ജിസത്ത് എങ്ങനെയാണ് പ്രവാചകത്വത്തിൻ്റെ തെളിവാകുന്നത്? നാം പറഞ്ഞു, മുഅ്ജിസത്ത് എന്നാൽ പ്രപഞ്ച നിയമം ലംഘിക്കലാണ്. ഭൗതികമായ യാതൊരു കാരണവുമില്ലാതെ, പഠിച്ചെടുക്കാവുന്ന യാതൊരു മാർഗവുമില്ലാതെ, ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പഠിച്ചെടുക്കാം, സിഹ്ർ പഠിച്ചെടുക്കാം, ബ്ലാക്ക് മാജിക് പഠിച്ചെടുക്കാം, ഈ മാർഗങ്ങളൊന്നും ഇല്ലാതെ പ്രപഞ്ച നിയമം ലംഘിക്കപ്പെടണമെങ്കിൽ അള്ളാഹുവിൻ്റെ സവിശേഷമായ ഇടപെടൽ വേണം. താൻ പ്രവാചകനായി നിയോഗിച്ച വ്യക്തിത്വത്തിൻ്റെ പ്രവാചകത്വം പ്രബോധിത ജനത്തിന് ബോധ്യപ്പെടാൻ അങ്ങനെ ഒരു അമാനുഷികത പ്രകടിപ്പിക്കൽ ആവശ്യമായി വന്നാൽ അള്ളാഹു സവിശേഷമായി ഇടപെടുമല്ലോ, ഇടപെടും. അതാണ് പ്രവാചകത്വത്തിൻ്റെ ഭാഗമായി മുഅ്ജിസത്തുകൾ സംഭവിക്കാനുള്ളതിൻ്റെ ബുദ്ധിപരമായ സാധുത. അപ്പോൾ പിന്നെ നോക്കേണ്ടത് മുഅ്ജിസത്തുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതാണ്, അല്ലേ? മുഅ്ജിസത്തുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്, അനിഷേധ്യമാണ്. എങ്ങനെ അനിഷേധ്യമാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നു എന്നത് യാഥാർത്ഥ്യമല്ലേ? അതിനാർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ? മുഹമ്മദ് നബി പ്രവാചകനാണ് എന്ന വാദത്തെ നിഷേധിക്കുന്നവർക്കും മുഹമ്മദ് നബി ജീവിച്ചിരുന്നു എന്നതിനെ നിഷേധിക്കാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുകയും പറയുകയും ചെയ്തു എന്നതിനെ നിഷേധിക്കാൻ കഴിയില്ല. അപ്പോൾ പുണ്യനബിയിൽ നിന്ന് ഉണ്ടായ മുഅ്ജിസത്തുകൾ കണ്ടവരെ കേട്ടവർ പകർന്നു കൊടുത്ത് 4ാം തലമുറ അല്ലെങ്കിൽ 5ാം തലമുറ അത് കൃത്യമായി ക്രോഡീകരിച്ചു വെച്ചു. ഇതൊരു ചരിത്ര വസ്തുതയാണ്. അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു വാർത്ത ക്രോഡീകരിക്കാൻ കഴിയില്ലല്ലോ. സംഭവിക്കാത്ത കാര്യം എങ്ങനെയാണ് സനദൊപ്പിച്ച് ക്രോഡീകരിക്കാൻ കഴിയുക? വ്യാജമായി നിർമ്മിക്കാൻ കഴിയില്ലല്ലോ, ഒരിക്കലും കഴിയില്ല. പ്രത്യേകിച്ച് ഇഖ്തറബത്തിസ്സാഅ വൻശഖൽ ഖമർ, അന്ത്യനാൾ അടുത്തു, ചന്ദ്രൻ പിളരുകയും ചെയ്തു എന്ന വചനം വിശുദ്ധ ഖുർആനിൽ തന്നെ ഉണ്ട്. ഖുർആൻ മുത്തവാത്തിറാണ് എന്നതിന് ഗണ്യതമാണല്ലോ, അഭിപ്രായ വ്യത്യാസമേ ഇല്ലല്ലോ. അപ്പോൾ ഖുർആനിൽ തന്നെ ചന്ദ്രൻ പിളർന്നതായി രേഖപ്പെടുത്തുന്നു. ഇത് വിശ്വാസികൾ പാരായണം ചെയ്യുന്നു. എന്നാൽ സമാനമായ ചന്ദ്രൻ പിളർന്നത് കണ്ടിട്ടില്ലാത്ത ആളുകളാണ് മക്കക്കാരെങ്കിൽ അവരിതിനെ നിഷേധിക്കണ്ടേ? അവർ കണ്ടിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അമാനുഷികമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതിന് ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. ചില ആളുകളുടെ ഒരു വൈരുദ്ധ്യം നിങ്ങൾ നോക്കണേ. അവർ ഹദീസുകളെ വിമർശിക്കും, ഹദീസുകൾ എടുത്ത് പുണ്യനബിയെ വിമർശിക്കും. ഈ ഹദീസിൽ ഇങ്ങനെ ഉണ്ടല്ലോ, നബി തങ്ങൾ ഇങ്ങനെ ചെയ്തതായിട്ടുണ്ടല്ലോ, അത് മോശമല്ലേ എന്ന് വിമർശിക്കുന്നവർ ഉൾക്കൊള്ളുന്ന ഒരു കാര്യമുണ്ട്. ഈ ഹദീസ് സത്യമാണ്, അല്ലേ? ഈ നടന്ന കാര്യം സത്യമാണ്. മുഹമ്മദ് നബി പ്രവാചകനല്ല എന്നാണ് അവരുടെ വിശ്വാസം. പക്ഷെ ഇങ്ങനെ ജീവിച്ചിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നത് സത്യമാണ് എന്നല്ലേ വിമർശനത്തിൻ്റെ പിന്നിൽ അവർ അംഗീകരിക്കുന്നത്. എന്നാൽ അതുപോലെയുള്ള ഹദീസുകളിലല്ലേ ഈ അമാനുഷികതകൾ പ്രകടമായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊരു അമാനുഷികത അനുയായികൾ അനുഭവിച്ചിട്ടുണ്ട് എന്നത് അവർ അംഗീകരിക്കണ്ടേ? അത് കൺകെട്ടോ മാരണമോ ആണ് എന്ന് വേണമെങ്കിൽ വാദിക്കാം. പക്ഷെ അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന് അംഗീകരിക്കണ്ടേ? ചുരുക്കത്തിൽ അമാനുഷികതകളെ നിരാകരിക്കാൻ ചരിത്രത്തിന് നിഷേധിക്കേണ്ടി വരും, അല്ലാതെ കഴിയില്ല എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അനേകം അമാനുഷികതകൾ ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ കൈവിരലുകൾക്കിടയിലൂടെ ജലപ്രവാഹം ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഖുർആനാണ്. അതുപോലെ നിശായാത്ര നടത്തിയിട്ടുണ്ട്. മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദസിലേക്ക് നിശായാത്ര നടത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് 7ാം ആകാശത്തപ്പുറത്ത് പോയി അള്ളാഹുവിനെ കണ്ടുവന്ന മിഅ്റാജും ഉണ്ടായിട്ടുണ്ട്, ഇസ്രാ മിഅ്റാജും ഉണ്ടായിട്ടുണ്ട്. ചന്ദ്രൻ പിളർന്നിട്ടുണ്ട്, കൈവിരലുകൾക്കിടയിലൂടെ ജലപ്രവാഹം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ധാരാളം അമാനുഷികതകൾ. മരങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, കല്ലുകൾ സംസാരിച്ചിട്ടുണ്ട് പുണ്യനബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം, മൃഗങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നതിന് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ദൂതർ തന്നെ ആകണമോ? തീർച്ചയായും ആകണം. അല്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തി എന്നതിന് തെളിവ് വേണം. അങ്ങനെ സിഹ്റോ ബ്ലാക്ക് മാജിക്കോ ശാസ്ത്ര സാങ്കേതിക വിദ്യകളോ ഉപയോഗപ്പെടുത്തിയാണ് പ്രവാചകർ ഇത് സാധ്യമാക്കിയത് എങ്കിൽ സമാനമായ വിദ്യകൾ സമകാലീനർക്ക് ഉപയോഗപ്പെടുത്തി സമാനമായത് സാധ്യമാക്കാമായിരുന്നല്ലോ. പക്ഷെ അതുണ്ടായിട്ടില്ലല്ലോ. കാരണം ഇത് അള്ളാഹുവിൻ്റെ സവിശേഷമായ ഇടപെടലാണ്. ഈ മുഅ്ജിസത്തുകൾ ഇത് പ്രവാചകത്വത്തിൻ്റെ ബുദ്ധിപരമായ തെളിവാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം.